നമ്മുടെ ആപ്പ് ഇതാണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പം ഒരു 90% കംപ്ലീറ്റ് ആയിരിക്കുന്ന ആപ്പ് ഇതാണ്. അപ്പം ഇതിൽ ഞാനിപ്പം orgreens.com എന്ന് പറഞ്ഞ ഡൊമൈനുമായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. ഞാൻ ജസ്റ്റ് ഇത് നമുക്കിത് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് വാങ്ങിച്ചു. കാരണം ഇപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ലല്ലോ. യൂസർ നെയിം അഡ്മിൻ പാസ്വേഡ് 1 ആണ്. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വരും അത് ഡയറക്റ്റ് ചെയ്തിട്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ നോർമൽ ഒരു ബേസിക് ആയിട്ടുള്ള ഡാഷ്ബോർഡാണ്. അത് നോർമൽ ഒരു ഹോൾസെയിൽ ഡീലേഴ്സിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഡാഷ്ബോർഡാണ്. അപ്പം ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മെനു ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. അപ്പം ഇനിഷ്യലി നമ്മൾ സെറ്റിങ്സ് ആണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം ബേസിക് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെൻട്രി എൻറ്റിറ്റീസ് ആണ്. ഇതിനകത്ത് നമ്മുടെ ഇൻവെൻട്രി മാസ്റ്റർ ആണ് ഇതിനകത്ത്. നമ്മുടെ ഐറ്റം മാസ്റ്റർ, അതിൻ്റെ സബ് കാറ്റഗറീസ്, ഗ്രൂപ്പ്സ് ഒക്കെ ഇതിനകത്താണ് വരുന്നത്. അപ്പം ഇതിൽ നമുക്കിപ്പം ഒരു 1, 2, 3 പ്രോഡക്ട്സ് ഞാൻ ജസ്റ്റ് വേറൊരു ഡെമോ പർപ്പസിന് വേണ്ടി ആഡ് ചെയ്ത് തന്നതാണ്. ഓക്കെ. അപ്പം ഈ ഐറ്റംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രാൻഡ്, ഗ്രൂപ്പ്, കാറ്റഗറി, പ്രോഡക്റ്റ് ടൈപ്പ്, ഇങ്ങനെ സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. നമുക്ക് ഇത് വേണേൽ ക്രിയേറ്റ് ചെയ്യണം. ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. പ്രോഡക്റ്റിൽ നമ്മൾ ഏത് ബ്രാൻഡാണോ, ഏത് ഗ്രൂപ്പാണ്, കാറ്റഗറി, പ്രോഡക്റ്റ് ടൈപ്പ് ഒക്കെ നമ്മൾ പ്രോഡക്റ്റിൽ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് ഇല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് അല്ല, വേണമെങ്കിൽ നമുക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പ്രോഡക്റ്റ് മാത്രമല്ല, നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. പ്രോഡക്റ്റും ഉണ്ട്, സർവീസും ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ പ്രോഡക്റ്റ് ബേസ്ഡ് അല്ല, സർവീസ് ബേസ്ഡ് ആണെങ്കിൽ സർവീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡൊമൈനിലാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റേ വരുന്നുള്ളൂ. ഏതൊക്കെയാണോ നമ്മുടെ വെജിറ്റബിൾസ്, ഏത് ഐറ്റംസ് ആണ് നമുക്കുള്ളത്, അതൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാം. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പർച്ചേസിൽ അത് വരുന്നത്, നമുക്ക് സെയിലിൽ അത് പോകുന്നത്. ഓക്കെ. അപ്പം ഇതിൽ നമുക്ക് ടാക്സ് മാസ്റ്ററും യൂണിറ്റ് മാസ്റ്ററും ഒക്കെ ഇതിൻ്റെ അകത്താണ്. നമുക്കിതിനകത്ത് സപ്ലയേഴ്സും കസ്റ്റമേഴ്സും നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് സപ്ലയേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഇതിനകത്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം ഏത് ഫാമാണോ അല്ലെങ്കിൽ ഏത് നമ്മുടെ സോഴ്സ് ഏതാണോ ആ സോഴ്സാണ് ഇവിടെ സപ്ലയറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിൽ പോയിൻ്റ് ആണ്. ഏത് എൻഡിലേക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്, ഏത് ഏജൻസിയിലേക്കാണ് സെയിൽ ചെയ്യുന്നത്, അങ്ങനെയാണ് കസ്റ്റമേഴ്സ്. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊന്നും ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, ഓൾറെഡി അവെയർ ആയിരിക്കുന്ന കേസാണ് എന്തായാലും. അതുപോലെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്, റിസർവ് സ്റ്റോക്സ്, നോർമൽ ഇൻവെൻട്രിയിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ്. പിന്നെ വേറെ അഡീഷണൽ വരുന്നത് ഫിനാൻഷ്യൽ സെറ്റിങ്സ് ആണ്. അതെന്താ ആക്ച്വലി നമ്മളിപ്പോൾ ഓൾറെഡി ടാലിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട്. പിന്നെ നോർമൽ സെറ്റിങ്സ് വരുന്നുണ്ട്. സെറ്റിങ്സിനകത്ത് നമ്മുടെ കമ്പനി നെയിം ഡീറ്റെയിൽസ്, ഇൻവോയ്സിൻ്റെ സെറ്റിങ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് സെറ്റിങ്സിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓർഗനൈസേഷൻ പ്രൊഫൈൽ, ജനറൽ സെറ്റിങ്സ്, ഫിനാൻഷ്യൽ സെറ്റിങ്സ്, ഇമെയിൽ സെറ്റിങ്സ്, ഇൻവോയ്സ് സെറ്റിങ്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് സെറ്റിങ്സിൽ വരുന്നത്. ഓക്കെ. കമ്പനി പ്രൊഫൈൽ ഡീറ്റെയിൽസും നമ്മുടെ രജിസ്ട്രേഷൻ ഐ ഡിയും കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ. ജനറൽ സെറ്റിങ്സിൽ നമുക്ക് ഡെയിലൈറ്റ് സേവിങ്, റൗണ്ട് ഓഫ് വേണോ വേണ്ടോ എന്നുള്ളത്, നമ്മുടെ കറൻസി സിമ്പിൾ, അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. ഫിനാൻഷ്യൽ സെറ്റിങ്സിൽ ഫിനാൻഷ്യൽ ഇയർ, ഇത് ആക്ച്വലി ഇൻറ്റേർണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഇത് നമ്മൾ ടച്ച് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഇമെയിൽ സെറ്റിങ്സിൽ നമ്മുടെ ഇമെയിൽ IDs, ഏത് ഇമെയിൽ വഴിയാണ് ഇമെയിൽ പോകുന്നത്, ഈ SMTP സെർവർ, പോർട്ട്, ആ ഡീറ്റെയിൽസ് ഒക്കെ. ഇത് ഇൻവോയ്സ് സെറ്റിങ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഇൻവോയ്സസ്, നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഇൻവോയ്സ് ആണ് നമ്മൾ, അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് ആ ഇൻവോയ്സ് വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാം. നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഇൻവോയ്സ് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവോയ്സിലായിരിക്കും നമുക്ക് ഇൻവോയ്സ് പ്രിൻ്റ് വരുന്നത്. ഓക്കെ. പിന്നെ ഇതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നമുക്ക് ഗ്ലോബലി ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ ഗ്ലോബലായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ, പർച്ചേസ് ഓർഡറിനുള്ളത്, സെയിൽസ് റിക്വസ്റ്റിന്, അതുപോലെ പർച്ചേസ് എൻട്രി, പർച്ചേസ് റിട്ടേൺ, ഇതിനെല്ലാത്തിനും നമുക്ക് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്തിടാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ ഏതാണോ ബില്ല്, ആ ബില്ലിൻ്റെ അകത്ത് ഈ സാധനം, ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഇതിൻ്റെ അകത്ത് നമുക്ക് HTML ഫോർമാറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും HTML ഫോർമാറ്റ് ഡിസൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സേവ് ചെയ്യാം. അടിച്ച് സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവച്ച് പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫോർമാറ്റ് നമുക്ക് അവിടെ വരും. പിന്നെ
അതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ഇതിനകത്താണ് കുറേ അധികം ഇൻവോയ്സ് റിലേറ്റഡ് സെറ്റിങ്സ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോഡക്റ്റ്, ഒരു വെജിറ്റബിളോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഏതാണോ ആ പ്രോഡക്റ്റിന് ഒരു ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതല്ലാതെ ഡിസ്കൗണ്ട് എനേബിൾ ചെയ്യണോ, നെഗറ്റീവ് ബില്ലിങ് വേണോ, നെഗറ്റീവ് ബില്ലിങ് അതായത് സ്റ്റോക്ക് നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റണോ, സീറോ ഐറ്റംസ് ലുക്കപ്പിൽ, അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്നിടത്ത് സീറോ ക്വാണ്ടിറ്റി ആണെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് സെറ്റിങ്സ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്കിവിടെ ഉള്ളത്. പിന്നെ പ്രൈസ് എഡിക്റ്റ് ചെയ്യണോ എന്നുള്ള സെറ്റിങ്സ്. അപ്പോൾ ഇതൊക്കെ നോർമലി വരുന്ന ERP-യിൽ വരുന്ന സെറ്റിങ്സ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പർച്ചേസ് സെയിൽസ് നടക്കുന്നത്. അപ്പം അതിൻ്റെ ബില്ലടിക്കുന്നതിനകത്തുള്ള എഡിറ്റിംഗ് ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മെനൂസ്. ഇതിനകത്ത് പർച്ചേസിനാണെങ്കിൽ നമുക്ക് ഇൻറ്റൻറ്റ്, ഗുഡ്സ് റെസീപ്റ്റ്സ്, പർച്ചേസ് ഓർഡർ, പിന്നെ പർച്ചേസ് ഇൻവോയ്സസ്, ബിൽസ്, ഡെബിറ്റ് നോട്ട്സ്, റിട്ടേൺ ആണെങ്കിൽ ഡെബിറ്റ് നോട്ട്സ്, പിന്നെ പേയ്മെൻറ്റ്സ്. നമുക്കിതിനെ കോട്ട് ബിൽഡ് ചെയ്യാം. ഇപ്പം മോർ ദാൻ വൺ സപ്ലയേഴ്സിന് നമുക്ക് ഒരു കോട്ട് ബിൽഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ ബെറ്റർ കോട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ഓർഡർ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പം അതാണ് അതിൻ്റെ ഒരു ഇതിൻ്റെ ഉദ്ദേശം, ബിൽഡ് കോട്ട്സിൻ്റെ ഉദ്ദേശം. ജസ്റ്റ് അതിൻ്റെ പേജ് കാണിച്ചാൽ, ഇപ്പോൾ ബിൽസ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിതാണ് ബിൽസിൻ്റെ ലിസ്റ്റ്. അപ്പം നമ്മൾ ഓൾറെഡി അടിച്ച ഡമ്മി ബിൽസിൻ്റെ ലിസ്റ്റാണിത്. അപ്പം ഇത് നമുക്കിപ്പം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇതിൻ്റെ കാണാം. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ ഡീറ്റെയിൽസ് കാണാം. ഇതുപോലെ തന്നെ ഇപ്പം ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പേയ്മെൻറ്റ്സിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട്. എക്സാമ്പിൾ നമ്മളിപ്പം ഓർഡേഴ്സാണിത്. അപ്പം ഇത് പർച്ചേസ് ഓർഡറിൻ്റെ ലിസ്റ്റാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ ഒരു ഓർഡർ ഇത് അപ്രൂവ്ഡ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ബില്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഓർഡർ ബില്ലാക്കി കൺവേർട്ട് ആകും. ഇത് അപ്രൂവ്ഡ് ഓർഡറാണ്. ഈ അപ്രൂവ് ഓർഡറിൻ്റെ അകത്ത് കൺവേർട്ട് ബില്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഓട്ടോമാറ്റിക്കായിട്ട് ബില്ലിലേക്ക് പോവും, പർച്ചേസ് ബില്ല് പോവും. അപ്പം ഐറ്റംസ് ഇവിടെ നമുക്ക് ഐറ്റംസ് ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഐറ്റംസ് ഓർഡർ ചെയ്യാത്ത അഡീഷണൽ ഐറ്റംസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഉള്ള ഐറ്റം ആണെങ്കിൽ വീണ്ടും ക്വാണ്ടിറ്റി കൂടുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം ലെക്സ് തന്നെയാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ലെക്സ് തന്നെ വരും. ഇപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു 2000 ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തിട്ടുണ്ട്. 2000 ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം വന്നേക്കുന്ന 2001 ക്വാണ്ടിറ്റിയാണ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തത്. ഇപ്പോൾ ഒരു 5 ക്വാണ്ടിറ്റി കൂടുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്യും ഇവിടെ വന്നിട്ട്. ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബില്ല് നമുക്ക് സേവ് ആകും. ഇപ്പം ഇൻവോയ്സ് നമ്പർ വേണം. അപ്പം ജസ്റ്റ് ഓക്കെ, അപ്പം പർച്ചേസ് സേവ് ആയി. നമുക്ക് പർച്ചേസ് സേവ് ആയത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ചെയ്യും ഇതിനകത്ത്. ഓക്കെ, അപ്പം നമ്മളിപ്പം സേവ് ചെയ്ത 16th May സേവ് ചെയ്ത ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് റൈറ്റ് സൈഡിൽ കാണാം. അപ്പം ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽ. ഇത് ഡ്യൂ ആണ്, നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പോയിട്ട് നമുക്ക് ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബാങ്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ചെക്ക് നമ്പർ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് അടിക്കാം. ക്യാഷ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും നരേഷൻ ഉണ്ടെങ്കിൽ നരേഷൻ കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് നമുക്ക് സേവ് ആകും. അത് ഫിനാൻസിലേക്ക് പോകും നമുക്ക്. ഓക്കെ, അപ്പം ആ ബില്ല് നമുക്ക് സെറ്റിൽഡായി. സെലക്റ്റഡ് ബില്ല് നമുക്ക് സെറ്റിൽഡായി. വൺസ് സെറ്റിൽഡ് ആയതുകൊണ്ട് നമുക്കിനി ഇതിനകത്ത് പെയ്ഡ് എന്നായിരിക്കും വരുന്നത്. ഇത് സെറ്റിലാകാത്ത ബില്ലാണ്.
ഇതൊക്കെ പേയ്മെൻറ്റ് ഓരോ ബില്ല് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ. പിന്നെ ഇവിടെ നമുക്ക് വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇമെയിൽ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ബില്ല് നമുക്ക് ഇമെയിൽ ചെയ്യാം. അതിനുള്ള പ്രൊവിഷൻ ഉണ്ട് നമുക്കിവിടെ. പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പ്രിൻ്റ് ചെയ്യാം. ഓക്കെ. നമുക്കിപ്പോൾ പാർട്ട് പേയ്മെൻ്റാണ് ചെയ്തതെങ്കിൽ നമുക്ക് ഓരോ പേയ്മെൻറ്റ് എത്രയാണോ അത് താഴെ താഴെ കാണിക്കും ഇതിൻ്റെ അകത്ത്. അതിനാണ് വ്യൂ ഓൾ പേയ്മെൻറ്റ്സ്. നമുക്കിപ്പം ഇത്ര എമൗണ്ട് ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും തന്നില്ല, ചിലപ്പോൾ ഒരു 5,000 10,000 അങ്ങനെ ഡിവൈഡ് ചെയ്താണ് തന്നേക്കുന്നതെങ്കിൽ വ്യൂ ഓൾ പേയ്മെൻറ്റ്സ് അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഡ്യൂ ആണെങ്കിൽ ഫുൾ എമൗണ്ട് പേ ചെയ്യുന്നവരെ ഈ ബില്ല് ഡ്യൂ ആയിട്ട് ഇവിടെ കാണിക്കും നമുക്ക്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് സെയിൽസിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാൽ മതി ബാക്കി. പിന്നെ നമുക്ക് റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഓൾ റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് റിപ്പോർട്ട്സിൻ്റെ ലിസ്റ്റുകളാണിത്. അപ്പം ഇത് നമുക്ക് കോൺഫിഗറബിൾ ആണ്, ഡൈനാമിക് ആയിട്ട് നമുക്ക് റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനുള്ള ഫീച്ചർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിനകത്ത് ആഡോക്ക് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പം ഈ ഒരു സെറ്റിങ്സ് വെച്ചിട്ട് നമുക്ക് ഒരു പുതിയൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഓൾറെഡി കുറേ വ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡാറ്റാബേസിൽ ഈ റിപ്പോർട്ട്സിന് വേണ്ടി. അപ്പോൾ ആ വ്യൂസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മാക്സിമം എന്തൊക്കെ ഡാറ്റ ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റത്തിൽ വ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. കുറച്ച് ഇൻ്റർനെറ്റ് സ്ലോനെസ് ഉണ്ട് എനിക്കിവിടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓരോ റിപ്പോർട്ടുകളാണത്. അപ്പം പർച്ചേസ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് വരും, കോളംസ് ഏതാണ്, ഫിൽറ്റേഴ്സ് ഏതൊക്കെ ഫിൽറ്റേഴ്സാണ് വേണ്ടത് അതെല്ലാം നമുക്കിവിടെ കിട്ടും. ഇതിൽ നമുക്ക് വേണേൽ പുതിയ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ കസ്റ്റം റിപ്പോർട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഏത് വ്യൂ ആണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അതിൻ്റെ അകത്ത്. അപ്പം നമുക്കൊരു പുതിയ റിപ്പോർട്ട് വേണമെങ്കിൽ അഡ്മിന് വേണമെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പിന്നീട് ഒന്ന് ഡിസ്കസ് ചെയ്യാം, അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു റിപ്പോർട്ട് കാണാം. ഇപ്പോൾ പർച്ചേസ് സമ്മറി. ഓക്കെ, അപ്പോൾ ഇത് പർച്ചേസ് സമ്മറി ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതാണ് ഫിൽറ്റേഴ്സ്. ഈ ഫിൽറ്റേഴ്സൊക്കെ ഡൈനാമിക് ആയിട്ട് വരുന്നതാണ്. നമുക്ക് പുതിയതായിട്ട് ഒരു ഫിൽറ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അഡീഷണൽ ഫിൽറ്റർ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം സിമ്പിളായിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സബ് റിപ്പോർട്ട് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻവോയ്സ് വണ്ണിൻ്റെ അകത്തുള്ള ഐറ്റംസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. അപ്പം ഇതും നമുക്ക് കോൺഫിഗറബിൾ ആണ്. എങ്ങനെയാണ് സബ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ആ റിപ്പോർട്ട് ബിൽഡറിൽ നിന്നൊക്കെ ഉണ്ട്. അപ്പം ഇതും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും റിപ്പോർട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി. അപ്പം ജസ്റ്റ് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്ക്. നമുക്ക് ഞാൻ ലിങ്ക് അയച്ചു തരാം. orgreens.com എന്നാണ് ലിങ്ക്. ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് കയറും. യൂസർ നെയിം അഡ്മിൻ പാസ്വേഡ് 1 എന്നാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിനെ നമുക്കിപ്പം ഇതിൻ്റെ ഒരു ഫ്ലോ, ഇത് ഡെസ്ക്ടോപ്പ് വേർഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മൊബൈൽ വേർഷൻ പേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമുക്ക് ഞാനൊരു പേജ് ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഓരോ പേജും നമുക്ക് മൊബൈൽ വ്യൂവിൽ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് ഈ വ്യൂവിനെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് നോക്കിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് പിന്നീട് ഒരു മീറ്റിങ്ങിൽ വെച്ച് നമുക്ക് മെഷർഡായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം.